നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് ഫവാസ്, BB മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കരൾ രോഗവിദഗ്ധനാണ്. എന്താണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ? ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഡാമേജ് ആയിട്ടുള്ള ലിവർ മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു പുതിയ ലിവർ വെക്കുന്നതിനാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യം വരിക എന്ന് നോക്കാം. ആദ്യമായിട്ട് കരളിൻ്റെ ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള ആൾക്കാരിൽ. കരൾ ഫെയിലിയർ രണ്ട് രീതിയിൽ വരാം. പെട്ടെന്നുള്ള ലിവർ ഫെയിലിയർ വരാം, അതിന് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയും. ക്രോണിക് ആയിട്ടുള്ള ലിവർ ഫെയിലിയർ വരാം. ക്രോണിക് ആയിട്ടുള്ള ലിവർ ഫെയിലിയർ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. മദ്യപാനമാവാം. ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ അതിൻ്റെ സാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് മദ്യപാനത്തിൻ്റെ. അതുപോലെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ കാരണമുള്ള മെറ്റബോളിക് ലിവർ ഡിസീസ്, നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്ന മെറ്റബോളിക് ലിവർ ഡിസീസ് ആവാം. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഓട്ടോ ഇമ്മ്യൂൺ, വിൽസൺ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുള്ള ലിവറിൻ്റെ അസുഖങ്ങൾ ലിവർ ഫെയിലിയറിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അക്യൂട്ട് ലിവർ ഫെയിലിയറും ക്രോണിക് ലിവർ ഫെയിലിയറും കഴിഞ്ഞാൽ ചില മെറ്റബോളിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചിലപ്പോൾ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എപ്പോഴാണ് ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ, അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മഞ്ഞപ്പിത്തും ബോധത്തിലുള്ള വ്യത്യാസം വന്നിട്ട് ഡോക്ടർ നമ്മളോട് പറയും അക്യൂട്ട് ലിവർ ഫെയിലിയർ ആണ്. പണ്ട് കാലത്തൊക്കെ ഒരു 60 മുതൽ 80% മരണസാധ്യതയുള്ളൊരു അസുഖമായിരുന്നു അക്യൂട്ട് ലിവർ ഫെയിലിയർ. ഇന്ന് ഇപ്പം പല ട്രീറ്റ്മെൻറ്റും വന്നതിന് ശേഷം നമുക്ക് അത് ഒരുപാട് ഓൾമോസ്റ്റ് 50% നമുക്ക് വേറെയുള്ള ചികിത്സകൾ, ഇപ്പോൾ പ്ലാസ്മ എക്സ്ചേഞ്ചും മൾട്ടിപ്പിൾ വേറെ അതർ ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് CRRT നോക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ചില കേസിൽ നമുക്ക് ഇപ്പോൾ ടോട്ടൽ ഫെയിലിയർ ആണ്, സിസ്റ്റം മൊത്തം ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വിൽ ബി ദ ഓൺലി റെസ്ക്യൂ മെത്തേഡ്. ചില ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരിൽ മാത്രമേ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ക്രോണിക് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാം. മഞ്ഞപ്പിത്തമാവാം, ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാം, നിലവാരത്തിലുള്ള വ്യത്യാസം കൊണ്ട് പ്രസൻറ്റ് ചെയ്യാം, വയറിൽ നീർക്കെട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാം, കിഡ്നി ഫെയിലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, ഇങ്ങനെ പല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാം. ഈ പ്രശ്നങ്ങളിലുള്ളവരിൽ ലിവർ സിറോസിസും ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ വയറിൽ നീർക്കെട്ട്, അതുപോലെ ബോധത്തിലുള്ള വ്യത്യാസം, വയറിൽ നീർക്കെട്ടിലെ ഇൻഫെക്ഷൻ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരിലാണ് ചില ആൾക്കാർ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരാറുള്ളത്. എസ്പെഷ്യലി നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഡോക്ടർ നമ്മളോട് സജസ്റ്റ് ചെയ്യും ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ് ഏറ്റവും ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ലൊരു ചികിത്സ എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി ഫിറ്റ് ആണോ എന്ന് നോക്കണം. ഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു നമുക്ക് അതായത് ലിവറിന് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ അവയവത്തിനൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈക്ക് ഹാർട്ട് നമ്മൾ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്യും, ലങ്സിന് പ്രശ്നമൊന്നുമില്ലല്ലോ നോക്കും, കിഡ്നിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നോക്കും, ചെവി, തൊണ്ട, മൂക്ക്, കണ്ണ്, ബ്രെയിൻ, അങ്ങനെ വേറെ അവയവത്തിനൊന്നും പ്രശ്നമില്ലല്ലോ നോക്കും, വേറെ ശരീരത്തിൻ്റെ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ നോക്കി, അങ്ങനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്താൽ ഇത് സക്സസ് ആവുമെന്നുള്ളൊരു നമുക്കൊരു കോൺഫിഡൻസ് വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റുമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പം നമുക്ക് ആർക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 18-നും 50 മുതൽ 55 വയസ്സിന് ഇടയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ലിവറുള്ള ഒരു ദാതാവിന് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ഉദ്ദേശം എന്താണ്? കൊടുത്തത് കൊണ്ട് ദാതാവിന് കുഴപ്പം വരരുത്, വെച്ച റെസിപ്പിയൻറ്റിന് അതിനെക്കൊണ്ട് ഉപകാരം വേണമെന്നാണ്. ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് രീതിയിലുണ്ടല്ലോ, ലൈവ് ഡോണർ ഉണ്ട്, കഡാവറിക് ഉണ്ട്. അപ്പോൾ ലൈവ് ഡോണർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റെമനൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ഇപ്പം 100 kg ഉള്ള ആൾക്ക് അറ്റ്ലീസ്റ്റ് 300 ഗ്രാമെങ്കിലും ബാക്കി വേണം, എന്നാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കഡാവറിക് ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് മൊത്തമായിട്ടുള്ള ഒരു ലിവർ കിട്ടും. ആ ലിവർ നമുക്ക് ലിവർ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ 100 കിലോ ഉള്ള ആൾക്ക് 800 ഗ്രാമിൻ്റെ മേലെങ്കിൽ ലിവർ വേണം. പക്ഷെ അത് നമുക്ക് ഫുൾ ലിവർ ആകുന്നതുകൊണ്ട് മിക്കവാറും നമുക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അത് അനാസ്റ്റമോസ് ചെയ്യാം. ഓരോ രക്തക്കുഴലുകളും എല്ലാം അനാസ്റ്റമോസ് ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ യൂഷ്വലി അത് ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കും. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 7 ദിവസം ICUലായിരിക്കും. റെസിപ്പിയൻ്റ് 7 ദിവസം ICUലായിരിക്കും, 7 ദിവസം വാർഡിലായിരിക്കും. സാധാരണ ഒരു 14 ദിവസം കൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ആവും. ദാതാവിനാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി 7 ദിവസം കൊണ്ട് തന്നെ അവർ ഡിസ്ചാർജ് ആവും. 1-2 ദിവസം ICUവിൽ കിടക്കും, ബാക്കിയുള്ള ദിവസങ്ങളിൽ വാർഡിലായിരിക്കും അല്ലെങ്കിൽ റൂമിലായിരിക്കും. അത് കഴിഞ്ഞ് അവർക്ക് വീട്ടിലേക്ക് പോകാം. ഈ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലും ഒരു മൈൽഡ് റെസ്ട്രിക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ലൈക്ക് ഹെവി വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞാൽ കുറച്ച് മൈൽഡ് റെസ്ട്രിക്ഷൻസേ ഉണ്ടാവാറുള്ളൂ. ഇത് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 95% മേലെയാണ് സക്സസ് റേറ്റ്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ
മരണസാധ്യത കൂടുതലുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ രോഗവിമുക്തി നേടും എന്നുള്ളത് തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത് കൂടാണ്ട് ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ പക്ഷെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും ട്രാൻസ്പ്ലാന്റേഷനിൽ കഴിഞ്ഞാൽ നമുക്ക് വേറെ ആളുടെ ഒരു ലിവറാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ ആ ലിവർ തിരസ്കരിക്കപ്പെടാണ്ടിരിക്കാൻ നമുക്ക് ലൈഫ് ലോങ് മെഡിക്കേഷൻസ് ആവശ്യമായിട്ടുണ്ട്. അത് ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന സ്റ്റീറോയിഡ് ഉണ്ടാവും, ടാക്രോലിമസ് ഉണ്ടാവും, പിന്നെ മൊഫിലെറ്റ്, എവറോലിമസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ക്ലാസ്സസ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ഇതിൽ തന്നെ ആദ്യത്തെ 6 മാസങ്ങളിലാണ് കൂടുതൽ മെഡിസിൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ മെഡിസിൻസ് കുറഞ്ഞു തുടങ്ങും. ഒരു വർഷം കഴിഞ്ഞാൽ ഒരു സ്മോൾ മെഡിസിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും സാധാരണ ഒരാളുടെ പ്രതിരോധ ശക്തിനേക്കാളും കുറച്ചൊന്ന് ജനങ്ങൾ പ്രതിരോധ ശക്തി കുറച്ച് വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെച്ച ലിവർ ഫോറിൻ ലിവർ ആണല്ലോ, അത് തിരസ്കരിക്കപ്പെടാണ്ടിരിക്കാനും അതിൻ്റെ റിജക്ഷൻ ഒന്നും വരാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പ്രതിരോധം കുറച്ച് വെക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ലൈഫ് ലോങ് മെഡിസിൻസ് നിർബന്ധമായും കഴിച്ചിരിക്കണം. മാത്രമല്ല ജീവിതശൈലിയിൽ ഇപ്പം തിരിച്ച് വീണ്ടും നമുക്ക് എന്തുകൊണ്ടാണോ വന്നത്, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചാൽ മോശമായ ജീവിതശൈലിയിലേക്ക് പോകാണ്ടിരിക്കണം. ആൽക്കഹോൾ അങ്ങനെ ലിവറിനെ മോശമാക്കുന്ന ഒരു കാര്യവും അവർ ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഒരു കുഴപ്പമില്ലാതെ വിൽ ഹാവ് എ പ്രൊലോങ്ഡ് ലൈഫ് ആൻഡ് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആഫ്റ്റർ liver transplantation. Thank you.